ഇത് ശിവൻകുട്ടിയുടെ കാര്യത്തിലായാലും ഇതിൻ്റെ കാര്യത്തിലായാലും ഈ രണ്ട് സംഭവത്തിലും ഇടതുമുന്നണി CPM ഇതൊരു രാഷ്ട്രീയ നിലപാടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPI അതിന് മുമ്പേ തീരുമാനിച്ചു. ഗവർണറുടെ പരിപാടിയിൽ നിന്ന് ഗവർണറോട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് പരിപാടിയുടെ വെന്യൂ തന്നെ മാറ്റിവെച്ച ശേഷം അവർ കേരളം മുഴുവൻ ഒരു സമര പരിപാടി നടത്തി. ഭാരത് മാതാ കി ജയ് വിളിച്ച പരിപാടി ഉണ്ടായിരുന്നു, വിളിക്കാത്ത പരിപാടി ഉണ്ടായിരുന്നു. ഇതാണ് CPI തുടങ്ങി CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ പരിപാടി, ഇതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് പ്രകോപനം ആർലേക്കറുടെ ഭാഗത്തു നിന്നല്ല, ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിക്കൂടാ എന്നാണ് ചോദ്യമെങ്കിൽ പ്രകോപനം ഉണ്ടാക്കേണ്ടതാണ്. കാരണം ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര ആർലേക്കർക്ക് എന്തും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പരിപാടിയിൽ കുട്ടിയുടെ ചോറൂണിനോ എന്തും ചെയ്യാം. പക്ഷേ ഈ പരിപാടികളിലെല്ലാം സർക്കാർ പരിപാടിയല്ല, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആയാലും അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങായാലും അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നത് ഗവർണറായിട്ടാണ്. ഒരു ഗവർണർ ഒരു പരിപാടിക്ക് പോയാൽ എന്തിനാണ് പ്രോട്ടോക്കോൾ? അങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് പ്രോട്ടോക്കോൾ ഇല്ലേ? ഉണ്ട്. ഗവർണറായി പങ്കെടുക്കുന്ന എല്ലാ പരിപാടിക്കും പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണ് ഈ ഗവർണർ. ആ ഗവർണർ ചെയ്യാനും പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് പ്രോട്ടോക്കോൾ. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യന് ഇന്ത്യയുടെ ഭരണഘടനയുമായിട്ടും ഇന്ത്യയുടെ നിയമസംഹിതയുമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഒരു ചിത്രം, അത് വെറും ചിത്രമല്ല, നിങ്ങൾക്ക് അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ ബന്ധവും ഊഷ്മളമായതും അല്ലാത്തതും മറ്റു പല കാര്യങ്ങളുമുണ്ട്, അന്താരാഷ്ട്ര റിലേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇരിക്കും. ഇതൊന്നും അല്ലാത്തൊരു പടം, ഒരു മതത്തിൻ്റെ തോന്നിപ്പിക്കുന്ന ഒരു കൊടി, ഒരു സിംഹം, പിന്നെ സ്വർണ്ണാഭരണ വിശുദ്ധ ഒരു കിരീടമൊക്കെ ഉണ്ടെന്ന് അല്ലേ, കിരീടമൊക്കെ ഉള്ളൊരു പടം. ഇത് ഗവർണർ ചെയ്യാൻ പറ്റില്ല.